ഇങ്ങോട്ട് വാ വാ. ഇതാണ് കോഴി വേസ്റ്റ്. നമുക്ക് ഇട്ടിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് നോക്കാം, കഴിക്കാൻ നോക്കാമല്ലോ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി മാറ്റർ എന്താണെന്ന് പറയണ്ടേ, മൃഗസ്നേഹികൾ, നല്ല മൃഗങ്ങളുടെ ഒരു മനുഷ്യനായിട്ടുള്ള പെരുമാറ്റങ്ങളുണ്ടല്ലോ, പെരുമാറ്റ ചട്ടങ്ങൾ നല്ല അടിപൊളിയാണ്. മൃഗങ്ങൾക്കും മനുഷ്യനായിട്ട് ഇണങ്ങാൻ പറ്റുന്നുള്ള അതിൻ്റേതായിട്ടൊരു തെളിവുകളാണ് ഈ കാണുന്നത്. നമ്മളങ്ങോട്ട് ലോകം കൂടാൻ പോയിട്ടില്ലെങ്കിൽ പോലും അവർ നമ്മളെ കണ്ട് മനസ്സിലാക്കി, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ട് അതിൽ ഏകദേശം അറിയുന്ന രീതിയിലുള്ള ആ പെരുമാറ്റ ചട്ടങ്ങളും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. അല്ലാതെ ഇപ്പോൾ അവരിപ്പോൾ ഒരു ധൈര്യം അല്ലാതെ ഒന്നും ഒരു ഇതുമില്ലാതെ നമ്മുടെ അടുത്തും നമ്മുടെ പരിസരത്തൊന്നും അങ്ങനെ അവർ വരില്ലല്ലോ. അവർക്കറിയാം അവരിനെ ഉപദ്രവിക്കും തോന്നിക്കഴിഞ്ഞാണെങ്കിൽ അവർ വരില്ലല്ലോ. അപ്പോൾ അവർക്ക് ആ ഉപദ്രവിക്കില്ല എന്നുള്ള ആ വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം അവരങ്ങനെ വന്ന് നമ്മുടെ കടയിലൊക്കെ വന്നിട്ട് ലോകം കൂടി വന്ന് കടയിലൊക്കെ വന്നിരിക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയപ്പോഴാണ് ഞാൻ അവരുടെ ഒരു വീഡിയോ, ഒരു കൊച്ചു വീഡിയോ നമ്മൾ പകർത്തിയതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഉള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കൊച്ചു വീഡിയോ നമ്മൾ പകർത്താൻ പോവാണ് കേട്ടോ. തൊട്ട് കടയിൽ നിന്ന് നമ്മൾ കുറച്ച് ചിക്കൻ്റെ എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കാം, കഴിക്കാൻ നോക്കട്ടെ കേട്ടോ. കോഴിക്കടക്കാരനൊക്കെ സുഖമായി കിടന്ന് ഉറക്കണമാണ്, ഉച്ച സമയമല്ലേ, അടിപൊളിയായിട്ട് ഉറക്കത്തിലാണ്. ഇതുകൊണ്ട് ഉറങ്ങണേ, നല്ലൊരു ഫുൾ റെസ്റ്റാണ്. എന്തായാലും കച്ചവടങ്ങളൊക്കെ കമ്മിയായതുകൊണ്ട് സുഖസുന്ദരമായിട്ട് ഉറക്കത്തിലാണ്. കോഴികളൊക്കെ അടിപൊളിയായിട്ട് കൂട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കോഴി വേസ്റ്റ് എടുക്കാൻ പോകണ്ട. കോഴി വേസ്റ്റ് വാടാ, ഇതാണ് കോഴി വേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കുറച്ച് കുടലെടുത്തിട്ട് കുഞ്ഞാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം, കഴിക്കാൻ നോക്കാമല്ലോ. അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് നോക്കാം, കഴിക്കാൻ നോക്കാമല്ലോ. ഈശ്വര, മുറിച്ചിട്ട് കിട്ടില്ലല്ലോ ഓമച്ചേ. ആ മുറിഞ്ഞു. ഇരുന്നപ്പോൾ ഒരു തമാശയാണ്, അതിൽ കിട്ടുന്നില്ല അരി. അപ്പോൾ ചേട്ടായിമാരെ, നമ്മൾ ഇത്തരം കോഴിയുടെ വേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളവിടെ ഇട്ട് കൊടുക്കാൻ പോകും കേട്ടോ. നോക്കട്ടെ, ഇതിന്ന് കാണാനില്ല, പോയാ? ആ പോയിട്ടില്ല, അപ്പുറത്തുണ്ട് കേട്ടോ. നമ്മുടെ ആള് നമ്മുടെ കട അലങ്കോലല്ല, എങ്ങനെയാ പറയാ, ഈശ്വര. ബാ, അയ്യോ, കാക്ക എടുത്തിട്ട് പോയി. ആ കൊക്ക എടുത്തു കേട്ടോ, എടുത്തിട്ട് ഓടിയാൾ കഴിക്കാൻ കൊടുക്കാൻ കേട്ടോ. എടുത്തോ. രണ്ട് സൈഡിലും ഓരോരുത്തരും നിൽക്കുന്നുണ്ട് കേട്ടോ. കാക്കയും നിൽക്കുന്നുണ്ട്, കൊറ്റിയും നിൽക്കുന്നുണ്ട്. ആരെടുക്കുന്നുള്ളത് അറിയില്ല. അതാ കാക്കയെടുത്തു മോനെ. അയ്യടാ, കാക്ക കൊണ്ടുപോയിട്ടാ. കാക്ക കള്ളൻ. കൊണ്ടുപോയി. കാക്ക വന്നിട്ട് ചമ്മിപ്പോയി, കാക്ക കൊണ്ടും പോയി. അത് നോക്കിയെടുത്തിന്. അപ്പോൾ അവൻ വെള്ളം കുടിക്കുന്നുണ്ട്. അയ്യോ, അതാ മാറി പോകുന്നത് അങ്ങോട്ട് വരും. എൻ്റെ പൊന്നു ചേട്ടായിമാരെ, ഹായ്. ഭയങ്കര ചൂടുണ്ട്. ഒരു ചേട്ടൻ നാരങ്ങ മേടിക്കാൻ വന്നായിരുന്നു. നാരങ്ങൻ്റെ വില കേട്ടിട്ട് പുള്ളിക്കാരൻ അയ്യോ എന്ന് പറയാൻ തുടങ്ങി. എന്താ വില എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം, ചൂട് കൂടുതലല്ല ചേട്ടായി, ചൂട് കൂടിയതുകൊണ്ട് നാരങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണെന്ന് പറഞ്ഞപ്പോൾ അതെയോ, ഭയങ്കര ചൂടായതുകൊണ്ടാണല്ലേ നാരങ്ങ ഇത്ര റേറ്റ് എന്ന് പറഞ്ഞു. അതേ പറഞ്ഞു. 2-3 ദിവസമായിട്ട് നല്ല റേറ്റാണ്.
200 രൂപയുടെ അടുത്ത് നാരങ്ങയുടെ വിലയുണ്ട്. ആളം വെച്ച് ഞാനപ്പോൾ വീണ്ടും കുറച്ച് നേരം കൊണ്ട് റെസ്റ്റ് ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ ചുമ്മാ അങ്ങനെ വെറുതെ റെസ്റ്റ് പോലെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. ചുമ്മാ അങ്ങനെ ഉച്ച സമയത്ത് ആരും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ചുമ്മാ റെസ്റ്റ് ഇരിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വരുമ്പോൾ കാണുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ നിർത്തിയാകും. ഒന്ന് മോത്തറിക്കട്ടെ കേട്ടോ. അമ്മച്ചി എന്തൊരു ചൂട് ഈശ്വര. ഓ അപ്പോൾ അയ്യോ കാലുമൊക്കെ. അപ്പോൾ പറഞ്ഞൊന്നും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊറ്റിയല്ല കൊക്ക് വന്നിട്ട് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ പച്ചക്കറികളുടെ മേലെയൊക്കെ ഇങ്ങനെ നിന്ന് അതിൽ പ്രാണികളും കാര്യങ്ങളൊക്കെ കൊത്തി കഴിക്കുന്ന സീനാണ് നമ്മൾ കണ്ടത്. നോക്കുമ്പോൾ അയ്യോ ഇതെന്താതെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഇന്നലെ ആരോണ്ടോ പറഞ്ഞിരുന്നടാ നീ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കൊറ്റി കിടന്ന് ഇങ്ങനെ കറങ്ങുണ്ടായിരുന്നു, വേറെ ആരും നോക്കി കണ്ടില്ല എന്ന് പറഞ്ഞു. സാധനം മേടിക്കാൻ വേണ്ടി വന്നായിരുന്നു, അപ്പോൾ ഇതിനെ നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടായി പറഞ്ഞായിരുന്നു. ഞാൻ തമാശാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ മനസ്സിലായി യഥാർത്ഥമാണെന്ന്. അപ്പം നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് കാവലായിട്ട് കൊക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ നിന്ന് മാറി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് കാവലായിട്ട് കൊക്ക് വന്നിട്ട് നമുക്ക് കടയിൽ കാവലുണ്ട്. അതാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നു. ആളുകളൊക്കെ പോകുന്നുണ്ട്. അതിന് പോകുമ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ പേടിയൊന്നുമില്ല, ആൾക്ക് എല്ലാവരും കണ്ട് ശീലമായി എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ്. ഭയങ്കര ചൂടുണ്ട്, വേർക്കണം. അപ്പോൾ അതാണ് നമ്മുടെ കൊക്കയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ കൊക്കയുടെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഇനിയും കിട്ടുമോ നോക്കാം. കൊക്ക ഇനിയും വരുമോ നോക്കട്ടെ. ഇല്ല വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും കൊക്കിൻ്റെ കുറച്ചും കൂടി വീഡിയോസ് നമുക്ക് ചേർത്താനുണ്ട്. അപ്പോൾ ഓക്കെ ബൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങളെല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലുള്ള എല്ലാ സകല പുരാതി ഇടപാടുകളും ചെയ്യണം. ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാൻ തോന്നുള്ളൂ. അപ്പോഴേ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ഓക്കെ ബൈസ്.